നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദൻ്റെ പ്രഭാത വന്ദനം. അജ്ഞാനതിമിരാം തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ഭൂമിയുടെ സവിശേഷതകൾ, വിശ്വനാഥൻ്റെ മൂലപ്രകൃതിയായ മായയാണ് ഭൂമി എന്നൊക്കെയാണ് നാം മനസ്സിലാക്കിയത്, ശ്രദ്ധിച്ചത്. അടുത്ത വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ഇപ്പോൾ നാം 128 വരികളാണ്. 128 വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഭൂമിയുടെ പരിപാലനത്തിനായിട്ട് ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വീകരിച്ചിട്ടുള്ളത് പല പല അവതാരങ്ങൾ പരമാത്മാവ് സ്വീകരിച്ചിട്ടുള്ളത് ഭൂമിയുടെ പരിപാലനത്തിനാണ് എന്നാണ് പറയുന്നത്. 14 ലോകങ്ങളിൽ വച്ച് ഏറ്റവും ഉത്തമമായി ഭൂമി മാറിയിരിക്കുന്നതും അതുകൊണ്ടാണെന്ന് കവി പറയുകയാണ്. വേദജ്ഞന്മാരായ മുനീശ്വരന്മാരും വേദങ്ങളും തന്നെ ഈ പരമാർത്ഥം സമ്മതിക്കുന്നതുമാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്രീരാമ അവതാരവും ശ്രീകൃഷ്ണ അവതാരവും ഉണ്ടായിട്ടുള്ളത് ഭൂഭാര നാശനത്തിനാണ്. ഇത് പ്രസിദ്ധമാണല്ലോ. ശ്രീ മഹാഭാഗവതത്തിലെല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള, എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വേദവ്യാസൻ ഭൂഭാര അപകരണത്തിനായിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ ജനനമെന്നും രാമായണത്തിൽ ശ്രീരാമൻ്റെ ജനനവും ഭൂഭാരനാശനത്തിനാണെന്നും വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ട് പല പല കഥാസന്ദർഭങ്ങളിലൂടെ അത് വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഭഗവാന്റെ വരാഹ അവതാരമാണെങ്കിൽ ഹിരണ്യാക്ഷൻ രസാതലത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയായിരുന്നു. നരനാരായണ അവതാരം, കപില അവതാരം, പൃഥാവതാരം എന്നിവയെല്ലാം ഭൂമിയെ രക്ഷിക്കുവാനും ഭൂലോകവാസികൾക്ക് ശാന്തിയും സമാധാനവും അരുളുവാനും വേണ്ടിയായിരുന്നു. ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധത്തിൽ 20-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു, ഈ സത്യത്തെ എടുത്തു പറയുന്നുണ്ട്. മൂലഗ്രന്ഥത്തിൽ പറയുന്ന ശ്ലോകം, സ്വർഗിണേപ്യതേമിച്ഛന്തി ലോകം നിരയിണസ്തഥാ സാധകം ജ്ഞാനഭക്തിയഭ്യാമുഭയം തദസാധകം. ഭൂഭാരനാശനത്തിന് ആണ് അവതാരങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം. അതായത്, നരകത്തിലുള്ളവരെ പോലെ തന്നെ സ്വർഗത്തിലുള്ളവരും ഭക്തി ജ്ഞാനങ്ങളുടെ സാധകമായ ഈ മനുഷ്യദേഹത്തെ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥൻ്റെയോ നരകവാസിയുടെയോ ദേഹം ജ്ഞാനഭക്തികളുടെ സാധകം അല്ല. അതായത്, ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ ഭക്തിജ്ഞാന സിദ്ധമായ മോക്ഷം സാധ്യമാവുകയുള്ളൂ എന്നാണ്. വളരെ വ്യക്തമായി തന്നെ ഭൂമിയുടെ സവിശേഷത, ഭൂമിയിൽ വന്ന് പിറന്നതിൻ്റെ, മനുഷ്യനായി പിറക്കുന്നതിൻ്റെ സവിശേഷത വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ഭൂലോകം നരകത്തെയും സ്വർഗത്തെയും അതിശയിച്ച് നിൽക്കുന്നു എന്ന് സാരം. ഈ പരമാർത്ഥം ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നതാകയാലും വ്യാസവിരചിതമായ ഭാഗവതത്തിലുള്ളതാകയാലും വേദജ്ഞരായ
മുനീശ്വരന്മാർ ഇത് സമ്മതിക്കുന്നു എന്നത് പറയുന്നതിൽ അസാങ്കത്യമോ അത്ഭുതമോ അതിശയമോ ഒന്നുമില്ല. വേദജ്ഞന്മാർ പറയണമെങ്കിൽ അത് വേദസമ്മതമാകണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ത്രികാലജ്ഞാനികളായ വേദജ്ഞന്മാർ പറയുവാറുള്ളൂ. വേദവ്യാസനും പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ്. ഇവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കുറച്ചു സങ്കീർണമായ ചിന്തിക്കേണ്ടതും പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ് തുച്ഛമായ 4 വരികളിൽ പൂന്താനം ഒതുക്കി വച്ചിരിക്കുന്ന വേദവ്യാസൻ പറഞ്ഞതും എല്ലാം സംഗ്രഹിച്ചാണ് ഈ വരികളിൽ വന്നിരിക്കുന്നത്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന വിശ്വാസത്തോടെ ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം സർവേശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ദിവസം അടുത്ത വരികളുമായി നമുക്ക് കാണാം. സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ. നമസ്കാരം.